കുടുംബത്തിലും രസകരമായ ഒരു കഥയെങ്കിലും ഉണ്ടാകും അല്ലെ? ഇന്ന് നമ്മുടെ പ്രിയങ്കരായ ഹാസ്യ താരങ്ങൾ അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് ചിരിക്കാം അല്ലെ? എപ്പോഴും വന്ന് എന്റെ കണ്ണ് പൊത്തിയെന്ന് പറഞ്ഞ് എന്റെ വയറ്റത്ത് പിടിച്ച് ഇക്ലിയാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഈ പഞ്ചായത്തില്. ഈ നാശം മുതലാളി. അല്ല, ഈ നാശം മുതലാളി. കൊച്ചു കള്ളി കണ്ടുപിടിച്ചല്ലേ? ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഈ പിടുത്തം കൊച്ചമ്മ കണ്ടുപിടിക്കായിരുന്നാ മതി. പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആ മറുതെ അങ്ങാട്ട് പോയി. ആര്? എന്റെ ഭാര്യ കത്രീന. മുതലാളി പോയതിന്റെ പുറകെ കൊച്ചമ്മ ആരുടെയോ കൂടെ എസ്റ്റേറ്റിൽ പോയി. എസ്റ്റേറ്റില്ല? ഏത് എസ്റ്റേറ്റില്? എസ്റ്റേറ്റിലല്ല, ഏതോ ഒരു സ്റ്റേറ്റിൽ. അപ്പൊ ഈ സ്റ്റേറ്റില് നമ്മൾ രണ്ടുപേരും മാത്രം. ആണോ? എന്നാ നേരത്തെ പറയണ്ടേ? വാ ഇങ്ങാട്ട് വരാൻ. അയ്യടാ, അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മടെ ആശ തീരും. ഓ പിന്നെ ഒന്നുകിലാങ്കിലി ഞാൻ അക്കരേക്ക്, അല്ലെങ്കിൽ പെങ്കിളി നീ ഇക്കരേക്ക്. അയ്യടാ, ഹൊയിലമാലി എന്നിട്ട് ലേശമാലി, ഹൊയിലമാലി നമ്മക്ക് ലേശമാലി. എന്താ മുതലാളി ഇങ്ങനെ നിക്കണത്? മനസ്സിൽ ലഡു പൊട്ടി. ഇങ്ങനെ നിന്നാൽ ലഡു പൊട്ടും. ഇന്ന് നിന്നെ ഞാനൊരു സിനിമക്ക് കൊണ്ടുപോകും. ഓ പിന്നെ ഞാനില്ല. തിയേറ്ററിനകത്ത് മൊത്തം ഇരുട്ടല്ലേ. നീ എന്തിനാ പേടിക്കണത്? ഞാനില്ലേ? അത് വേണ്ട മുതലാളി. മുതലാളിക്ക് എന്നെ കൈ കയറി പിടിക്കാനല്ലേ? കൈക്ക് പിടിക്കുമെന്നോ? ഞാനോ? ഒരിക്കലുമില്ല. അതല്ലെങ്കിൽ മുതലാളി എന്നെ ഉമ്മയെങ്കിലും വെക്കും. ചേച്ചേ, ഉമ്മ വെക്കുമെന്നോ? നീ എന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്? എന്നാലും മുതലാളി എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കോ? നിന്റെ അമ്മച്ചിയാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, സത്യം. ഒന്നും ചെയ്യില്ല? ഒന്നും ചെയ്യില്ല. ഒന്നും ഒന്നും. അയ്യടാ, എന്നാ പിന്നെ ഞാനെന്തിനാ സിനിമയ്ക്ക് വരുന്നേ? ഞാനങ്ങ് വരുന്നില്ല. പോ. അപ്പോഴേക്കും പിണങ്ങിയോ? മുതലാളി എന്നും എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാതെ എന്റെ ഈ തിരുനെറ്റിയിൽ ഒരു സിന്ദൂരക്കുറി തൊട്ട് എന്നെ അങ്ങോട്ട് ഭാര്യയാക്കാൻ കഴിയോ? കഴിഞ്ഞോന്നോ? വിത്തിൻ 2 minutes അല്പം സിന്ദൂരം എടുക്കേണ്ട താമസം. പിന്നെ അവിടങ്ങാട് സിന്ദൂര തിലകവുമായി പുള്ളിപ്പുലിയെ പോരു നീ. സോറി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ. പ്രേമത്തിൻ കഥകളുമായി പറന്നു പാടി തെന്നലേ. ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുരിശെ തറച്ചത്. ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരൂല. എന്താ മനുഷ്യ ഇത്? അതെ, അടുത്ത ആഴ്ച ഇവൾക്കൊരു ബൈബിൾ നാടകമുണ്ട്. അതിൽ യേശു കുരിശെ കിടക്കണ എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കണായിരുന്ന. ഇക്കണക്കിന് പോയ അടുത്ത ക്രിസ്മസിന് ഇവിടെ ഉണ്ണി പിറക്കും. അതും ഞാൻ കാണേണ്ടി വരും അല്ലേടാ കോന്ത. അതിന് ഞാൻ വേറെ ജനിക്കേണ്ടി വരും. വേണ്ട, ഒന്നും പറയണ്ട. ഈ നിമിഷം ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒന്നുകിൽ ഈ വീട്ടിൽ ഞാൻ, അല്ലെങ്കിൽ ഈ വേലക്കാരി. രണ്ടിലേതെങ്കിലും ഒരാൾ മതി. ഈശ്വരാ, അവന് കൊച്ചമ്മ എങ്ങാട്ട് പോവും? അത് ശരിയാണല്ലോ. അപ്പൊ നീ എങ്ങാട്ട് പോവും? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയാണല്ലേ? എടി മുടിഞ്ഞവളെ, ഈ നാടകത്തിന്റെ ഒരു രംഗം പോലും ഈ വീട്ടിൽ അരങ്ങേറാൻ ഞാൻ സമ്മതിക്കത്തില്ല. കടക്കരി പുറത്ത്. കൊച്ചമ്മേ, അയ്യേ, നിന്റെ ഈ കർത്തൻ താത്തിയിട്ടിട്ട് ഇറങ്ങടി വെളിയില്. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനൻ ആത്മാവ് തേങ്ങും. ആ തേങ്ങും തേങ്ങ കൊല അവളെ ഓർത്ത് മോങ്ങിക്കൊണ്ടിരുന്നു. നാണമില്ലേ മനുഷ്യ? സുന്ദരിയായ ഭാര്യ ഞാനിവിടെ നിൽക്കുമ്പോ വേലക്കാരിയുടെ പുറകിന് മോങ്ങിക്കൊണ്ട് പോവാൻ. വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടെന്ന് കരുതി മൊബൈൽ ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കോ? എന്താ നിങ്ങൾ പറഞ്ഞേ? ദേ, നിങ്ങളുടെ അഴിഞ്ഞാട്ടമുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ അഴിഞ്ഞാട്ടം ഞാൻ ഈ വീട്ടിൽ സമ്മതിക്കില്ല. തെറ്റിപ്പോയതാ. എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ അഴിഞ്ഞാട്ടം ഈ വീട്ടിലെന്നല്ല ഈ പഞ്ചായത്തിൽ പോലും നടക്കില്ല. അല്ല, ഇതാര് ശീലമോളോ?
ഷീലമോള് ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വന്നു? അയ്യോ എന്റെ മോള് ബാംഗ്ലൂര് പോയി കൊരഞ്ഞു കുത്തിപ്പോയി. ആട്ട മോളെ, ബാംഗ്ലൂരിൽ നിന്ന് മോള് കന്നഡയൊക്കെ പഠിച്ചോ? കൊഞ്ചു കുത്തും മമ്മി. അയ്യോ എന്റെ മോളെ കൊഞ്ചു കുത്തിയെന്നോ? കൊഞ്ചു കുത്തിയെന്നല്ല തള്ളേ, കുറച്ച് പഠിച്ചൂന്ന്. എന്നാ പിന്നെ എന്റെ മോള് 2 ലോഡ് കന്നഡ അങ്ങോട്ട് ഇറക്കി അപ്പന്റെ കണ്ണ് തള്ളട്ടാ. ശരി ഡാഡി, കേട്ടോളൂ. ഏ മണ്ടി ബാവുനാറാ. നമ്മുടെ വണ്ടി വാഗണാറാണെന്ന ഇല്ല മോളെ, ഇപ്പഴും BH തന്നെ. അതല്ല ഡാഡി, ഏ മണ്ടി ബാവുനാറാ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ അച്ഛന് സുഖമാണോ എന്ന്. ഈ വണ്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വണ്ടിക്ക് ഒരിക്കലും ബാവുനാറ കിട്ടൂല. എന്ത് സുഖം കിട്ടൂല. അതൊക്കെ പോട്ടെ, മോൾ അപ്പന് ബാംഗ്ലൂരിന് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണ നോക്കട്ടെ. എടി, സോഫ്റ്റ്വെയർ പഠിക്കാൻ പോയ നമ്മുടെ മോള് ദേ ബാംഗ്ലൂരിന് ഹാർഡ്വെയറുമായിട്ട് വന്നേക്കണ്. അയ്യോ നേരാണല്ലോ, മോള് വയറ് വീർത്തിരിക്കുന്നല്ലോ. എന്ത് പറ്റി മോളെ? എന്താ ഗ്യാസിന്റെ ആണോ? അല്ല മമ്മി. പിന്നെ ജോസിന്റെ ആണോ? അല്ല ഡാഡി. എന്നാ പിന്നെ ഇട്ടിരിക്കുന്ന ജീൻസിന്റെ ആയിരിക്കും. അയ്യോ അതൊന്നുമല്ല. പിന്നെ എന്താണ് ഇത്? ഇവള് പറഞ്ഞത് കേട്ടാ? എന്ത്? കുച്ചു കോത്താകേന്ന് പറഞ്ഞാലുണ്ടല്ല, ഇവളുടെ വയറ്റില് കൊച്ചുണ്ടെന്ന്. അയ്യോ സത്യം പറയടി, ആരാ ഈ ഉത്തരവാദി? ആരാ നിന്നെ ചതിച്ചെന്ന് പറമോളെ ചില്ലമ്മേ, ഒറ്റക്കുത്തിന് കൊല്ലും അവരെ പറമോളെ ചില്ലമ്മേ. ആരാ നിന്നെ ചതിച്ചെന്ന് പറമോളെ നീ വെക്കം പറ മോളെ പറ. പേരെന്താ അവറ്റ പേരെന്താ അവറ്റ പേരെന്താ. അയ്യോ എന്താണിത്? എന്താണ് ഇവിടെ ഒരു ബഹളം? കേട്ടില്ലേ? ബാംഗ്ലൂര് പഠിക്കാൻ പോയ നമ്മുടെ ഷീലമോള് പ്രഗ്നന്റ് ആയി വന്നേക്കണ്. എടാ, ഇവിടെ പഠിച്ച് ജോലി കിട്ടി 5-6 കൊല്ലമായിട്ടും പ്രഗ്നന്റ് ആകാത്ത എന്തോരോ ആൾക്കാർ ഇവിടെ ഉണ്ടറാ. അപ്പൊ പിന്നെ പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ പ്രഗ്നന്റ് ആകാന്ന് പറഞ്ഞ മഹാഭാഗ്യമല്ലേ അത്? എന്റെ വ്യാകുല മാതാവേ, ഈ തള്ള എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? തള്ളേ, ഇവള് ഗർഭിണിയാണെന്ന്. സത്യം പറയടി, ആരാണ് നിന്നെ ചതിച്ചത്? പറയാൻ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടി. പറയടി. ഞാൻ പറയാം അച്ഛാ. എന്നാ പറയടി. ബാംഗ്ലൂർ എന്നെ ട്യൂഷൻ എടുക്കുന്ന എന്റെ ട്യൂഷൻ സാർ രാജേന്ദ്ര ബാബു റെഡ്ഡിലി. രാജേന്ദ്ര ബാബു ഇഡലിയില്ല അമ്മമ്മേ, റെഡ്ഡിലി. ഏത് റെഡ്ഡിലി ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ ഇന്ന് ഞാൻ സത്യം പറയടി, അവൻ എവിടെ ഉണ്ടടി? ഞാൻ ഇക്കടെ ഉണ്ടാറു, ഇവിടെ ഉണ്ട്. ഹലോ റെഡ്ഡിലു, ഹൗ ആർ യു? വിരോധം ഇല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. ഞാൻ ഈ കൊച്ചിന്റെ തന്തേനെ, മനസ്സിലായില്ലേ? ഞാൻ തന്തലു, ഇത് തള്ളലു, ഇത് തള്ളല്ലു. ഒന്ന് പറ മാഷലു. നാം പറയലു. ഒരു മഴയുള്ള ദിവസം ഞാൻ നേരത്തെ ട്യൂഷൻ നിർത്തി ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടലു. മനസ്സിലായില്ലല്ലേ? ഇല്ലലു. എന്നിട്ട് എന്റെ കൊച്ചു കുസൃതികളായ സ്മോളടിക്കലു ഫാഷൻ ചാനൽ കണ്ടുകൊണ്ട് വീട്ടിലിരിക്കണ അന്ത ടൈമിലു ആ സമയത്തിലു ഏതോ വണ്ടി ഇവളുടെ ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ചെന്ന് പറഞ്ഞലു എന്റെ വീട്ടിലേക്ക് കേറി വന്നലു. ഒരു നിമിഷം இந்த മലയാളത്തിലെ ബലാത്സംഗ നടന്മാരിലു ജോസ് പ്രകാശിലു, TG രവിലു, ബാലൻ കെ നായർലു, KP ഉമ്മർലു ഞാൻ മാറിപ്പോയലു. എൻ കൺട്രോള് പോയില്ലലു. തന്തലു തള്ളല്ലലു. പക്ഷേ ഇവളൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, എനിത്തിങ് വൺ സൗണ്ട് അന്ന് അച്ഛ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. ഇപ്പൊ MG സോമനുമായി. കേട്ടാടി? കേട്ടില്ലു. കേട്ടാമേ? ഇവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഈ പാവൻ ട്യൂഷൻ മാഷ് ഉണർന്നേനെ. എന്താണ് നീ ഒച്ച വെക്കാഞ്ഞത്? എന്താണ് നീ ഉറക്കെ കരയാഞ്ഞത്? പറയാൻ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലേ? ഇവള് കുടുംബത്തിന്റെ മാനമല്ല കളഞ്ഞത്, ഇവള് കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചെന്ന് പറ. ഈ അമ്മച്ചിത്തള്ള എന്തൊക്കെ വിത്രിയാണ് ഈ പറയണത്? എടാ, 40-45 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ ട്യൂഷൻ പഠിക്കാൻ വേണ്ടിട്ട് ഒരു എഴുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു. അന്നും ഇതുപോലെ സംഭവിച്ചു. ഞാനൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കി, ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കി ഈ നിക്കണ നീ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പലപ്പോഴായിട്ട് ഒച്ച വെക്കാത്തത് കൊണ്ടും ഒന്നുറക്ക കരയാഞ്ഞത് കൊണ്ടും ഉണ്ടായതാണ് നിന്റെ താഴെയുള്ള ബാക്കി 4. എന്റെ വ്യാകുല മാതാവേ, അപ്പൊ ഇവള് പാരമ്പര്യമല്ലേ കാത്തത്? എടാ, ഒച്ച വെക്കല്ലേ,
ഉറക്ക കരയല്ലേന്ന് ദേ പാരമ്പര്യം പോകും. അമ്മച്ചി